ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത് ഒറ്റപ്പാലത്താണെന്ന് മുൻ MP.S. അജയകുമാർ. കഴിഞ്ഞ 5 വർഷം ഏറ്റവും കൂടുതൽ വികസനം നടന്നിട്ടുള്ളത് ഒറ്റപ്പാലത്താണെന്ന് മുൻ MP.S. അജയകുമാർ. സാംസ്കാരിക നിലയം, ഈസ്റ്റ് ഒറ്റപ്പാലം പാലം ബൈപ്പാസ്, കേന്ദ്രീയ വിദ്യാലയം റോഡ്, കുഞ്ചൻ സ്മാരകം, ശ്മശാന റോഡ്, 2 കുടിവെള്ള പദ്ധതികൾ എന്നിവയെല്ലാം ഒറ്റപ്പാലത്ത് കൊണ്ടുവന്ന വികസനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ വസ്തുതകൾ മനസ്സിലാക്കാതെയുള്ള പ്രകടനമാണ്. ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന ഒരു സ്ഥലം ഒറ്റപ്പാലാണ്. ഇപ്പോ ഇവിടെ നിർമ്മിക്കുന്ന റോഡും പാലം എത്ര കോടി രൂപയാണ്. അതുപോലെ തന്നെ ഇപ്പോ അതിന് തൊട്ടപ്പുറത്താണ് സാംസ്കാരിക സമുച്ചയം നിർമ്മിക്കുന്നത്. 4 കോടിയാണ് രൂപ. ഇപ്പൊ 1.5 കോടി രൂപ കൂടുതൽ അതിനാവശ്യമാണ്. 5.5 കോടി രൂപ വരും. ഏതാണ്ട് അതിലധികം രൂപ ചെലവാക്കിയിട്ടാണ് ഇവിടെ ഈസ്റ്റ് ഒറ്റപ്പാലം പാലം നിർമ്മിക്കുന്നത്. ഇനി പുതുതായി വരുന്ന ബൈപ്പാസിന് തന്നെ ഇപ്പോ ഏതാണ്ട് 10 കോടിയോളം രൂപ കൊടുത്തു. മനസ്സിലാക്കുന്നത് 24 കോടി രൂപ ഞാൻ കണക്ക് എഴുതില്ല. 24 കോടിയോളം വരുന്ന രൂപ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ആ പാലം 2 കോടിയിലേക്ക് പോവാം. ഒരു പാലം. അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയം റോഡ് 2 കോടി രൂപയാണ്. അപ്പുറത്ത് ശ്മശാന റോഡിന് 1 കോടി രൂപ വെച്ചു. കുഞ്ചൻ സ്മാരകത്തിന് ഇപ്പോൾ 2 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള 2 കുടിവെള്ള പദ്ധതികൾ, ഒന്ന് അമ്പലപ്പാറ പഞ്ചായത്തിൽ, ഒന്ന് ലക്ഷ്മി. കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാവാത്തതിൽ സാങ്കേതിക തടസ്സങ്ങളാണെന്നും അത് MLA-യുടെ പോരായ്മ അല്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കുടിവെള്ള പദ്ധതികൾ ഏതാണ്ട് പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, അതിന്റെ സെൻട്രൽ ഗവൺമെന്റ് കൂടി ഉണ്ടത്. സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന്റെ കൂടി ഉണ്ട്. അങ്ങനെയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ്. അത് MLA-യുടെ ഒരു പ്രശ്നമല്ല. ഒറ്റപ്പാലത്ത് വികസനം എത്തിയിട്ടില്ല എന്ന് പറയുന്നത് വസ്തുതാപരമല്ലാത്ത ആരോപണമാണെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവാക്കിയിട്ടുള്ളത് ഒറ്റപ്പാലത്താണ്. അദ്ദേഹം ശ്രീകൃഷ്ണപുരക്കാരനാവുന്നത് എന്തെങ്കിലുമൊക്കെ ശ്രീകൃഷ്ണപുരത്തെല്ലാം ചെയ്തിട്ടുണ്ട്. അതും ഈ പറയുന്ന ഇത്ര ഭാഗം ഉയർത്തി പിടിക്കുന്നത് പറയണം. അദ്ദേഹത്തിന്റെ മുന്നിൽ ഗൗരവം ഉണ്ടായിരുന്നില്ല. വെള്ളിനടി ഗൗരവം ഉണ്ടായിരുന്നില്ല. അപ്പോ ഈ രാഷ്ട്രീയ പ്രേരിതമായി എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കില്ലേ, ആ ആരോപണം ഉന്നയിക്കാൻ വേണ്ടിയുള്ള ആരോപണമൊന്നുമില്ലാതെ വസ്തുതക്ക് നിരക്കാത്തതും സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ആക്ഷേപങ്ങളും ആരോപണങ്ങളും അത് പൊതുവെ നമ്മുടെ നാട്ടിലെ പിന്നെ ജനങ്ങൾക്ക് അത് അങ്ങനെ അവര് ഏറ്റെടുത്തൊരു കാര്യമാണ്.